പ്രിയ സുഹൃത്തുക്കളെ, എന്താണ് നമ്മളുടെ ഓറ എന്നും ആ ഓറയെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ എല്ലാം ശരീരത്തിന് ചുറ്റും ഒരു ഊർജ്ജ വലയമുണ്ട്. അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ഒരു ഊർജ്ജമുണ്ട്. സാധാരണ കണ്ണുകൾ കൊണ്ട് ഓറ എന്താണെന്ന് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒരാളുടെ ഓറ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നാറില്ലേ? അതുപോലെ ചില വീടുകളിൽ ചെല്ലുമ്പോഴും ചിലരെ കാണുമ്പോഴുമെല്ലാം വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാറില്ലേ? ഇതിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഓറ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഓറ എപ്പോഴും ശുദ്ധമായിരിക്കണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു വിശ്വാസമില്ലായ്മ, ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടം വരിക, അതുപോലെ അമിതമായ ദേഷ്യം വരിക, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഓറ വളരെ ലോ ലെവലാണെന്ന്. നമ്മുടെ ഓറ രൂപപ്പെടുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മളിലുണ്ടാകുന്ന വികാരങ്ങളിൽ നിന്നുമെല്ലാമാണ്. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓറ ശക്തവും അതേസമയം പോസിറ്റീവുമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ശക്തമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവാണെങ്കിൽ നമ്മുടെ ഓറയും വളരെ ദുർബലപ്പെടുകയും നെഗറ്റീവ് ഊർജം നമ്മളിൽ നിറയുകയും ചെയ്യും. എല്ലാറ്റിനും മടി, അതുപോലെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ, മനസ്സിൽ ഭയം, ഇതെല്ലാം നെഗറ്റീവ് ഓറയുള്ള ഒരാളുടെ ലക്ഷണമാണ്. നിങ്ങളുടെ ഓറ ശക്തമാണെങ്കിൽ ഏതൊരു കാര്യവും വളരെ ആത്മധൈര്യത്തോടു കൂടി ചെയ്യാനും ആരുടെ മുന്നിലും നിവർന്നു നിന്ന് സംസാരിക്കാനും ഉള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഓറയെയും എല്ലാ ദിവസവും ശുദ്ധീകരിക്കണം. അതിന് നമുക്ക് ഉറച്ച വിശ്വാസവും ഈശ്വര ചിന്തയും അത്യാവശ്യമാണ്. നിങ്ങൾ ഏതൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ മുറുകെ പിടിക്കുക, ആ മന്ത്രങ്ങൾ നിരന്തരം ചൊല്ലുക. ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂട്ടാനും നിങ്ങളുടെ ഓറ ശക്തമാക്കാനും സഹായിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഓറയെ ശക്തമാക്കാൻ സഹായിക്കും. മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്ക് കിടന്നായാലും ചെയ്യാം. നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് ചിന്മുദ്രയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുകയും ആ ശ്വാസത്തെ 5 എണ്ണുന്നത് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 1 2 3 4 5 അത്രയും സമയം നമ്മുടെ ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു വയ്ക്കുക. അതിനുശേഷം ശക്തമായി പുറത്തേക്ക് വിടുക. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു 10 മിനിറ്റൊക്കെ ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ കളയുകയും പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവായ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കാം. ഓറയെ ശുദ്ധീകരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നും രാവിലെ നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒന്ന് നടക്കുക. ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായും അത് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കുന്നതായും നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ മുറ്റത്തുകൂടെ നടക്കുമ്പോൾ ചെരുപ്പില്ലാതെ നടക്കാൻ ശ്രമിക്കുക. കാരണം പ്രകൃതിക്കും ഭൂമിക്കും നമ്മുടെ നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യാനും നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം നൽകാനുമുള്ള കഴിവുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഇപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും നല്ല നീറ്റായ ഡ്രസ്സൊക്കെ ഇട്ട് നല്ലതുപോലെ ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയെ ശക്തമാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെയധികം പ്രചോദനം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി.